ഗുഡ് മോർണിംഗ് ലവ്ലീസ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ റീല് ജസ്റ്റ് കണ്ടു വന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ അതിൽ ഫുള്ളായിട്ടൊന്നും അധികം പറയാൻ പറ്റിയില്ല. ഒരു 3 മിനിറ്റിൻ്റെ റീലിൽ ഞാൻ എന്തൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏർലി മോർണിംഗിൽ ഞാൻ ഈയിടെയായിട്ട് യൂട്യൂബൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ജിമ്മിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ബിക്കോസ് ഞാനൊരു റെഗുലർ ജിം പോണ ആളായിരുന്നു. പക്ഷേ യൂട്യൂബ് വന്ന് തുടങ്ങി കഴിഞ്ഞപ്പോൾ ജിമ്മിൽ നിന്ന് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് യൂട്യൂബിൻ്റെ ഈ ഒരു കണ്ടൻറ്റ് ക്രിയേഷനൊക്കെ ചെയ്യാൻ ഭയങ്കര സമയമെടുക്കും. അപ്പോൾ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്ത കാരണം ജിമ്മ് ഞാൻ പലപ്പോഴും അവോയ്ഡ് ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു 3 ആഴ്ച 2 ആഴ്ചയൊക്കെ ഞാൻ ജിമ്മ് ഉഴപ്പി. പിന്നെ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ ഫണ്ട് ഞാൻ നല്ലോണം വെയ്റ്റ്സൊക്കെ എടുക്കണ ആളായിരുന്നു. പക്ഷേ യൂട്യൂബ് കഴിഞ്ഞപ്പോൾ വെയ്റ്റ്സും അതെ ഇപ്പോൾ അധികം ഒരു ആവറേജ് ലെവലിൽ എടുക്കണുള്ളൂ. ബിക്കോസ് അധികം വെയ്റ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ മേല് വേദനയാണ്. പിന്നെ ഞാൻ അങ്ങനെ ബോഡി പെയിന് മെഡിസിൻസ് ഒന്നും കഴിക്കാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ലൈറ്റ് വെയ്റ്റ് എടുക്കാം. ബിക്കോസ് പെയിൻ കില്ലേഴ്സൊന്നും ഞാൻ പൊതുവേ എടുക്കാറില്ല ബോഡി പെയിനിന്. ജസ്റ്റ് റെസ്റ്റ് എടുക്കാറുള്ളൂ. പിന്നെ യൂട്യൂബ് ഉള്ളവർക്ക് ഈ റെസ്റ്റ് എന്ന് പറഞ്ഞ സാധനമില്ലല്ലോ. എന്നും നമുക്ക് എന്തെങ്കിലും റീൽസ് ഇടണം. അപ്പോൾ ഷൂട്ടിംഗ് മസ്റ്റാണ്, ലൈഫ് മസ്റ്റ് ഗോ ഓൺ എന്നുള്ള പറഞ്ഞ പോലെ ഷൂട്ടിംഗ് മസ്റ്റ് ഗോ ഓൺ. ബോഡി പെയിനാന്ന് പറഞ്ഞിട്ട് കിടക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ കണ്ടെത്തിയ സൊല്യൂഷൻ ഇതാണ്. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ജിമ്മ് പോവുക, കഴിയുന്നതും റെഗുലറായി പോകാൻ നോക്കുക. അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇനിയൊന്ന് ബാലൻസായി കിട്ടണ ഒരു വിധത്തിൽ വരാണ്ട് കേട്ടോ. പിന്നെ ഒരു തീരുമാനം കൂടി. ആദ്യത്തെ ഒരാഴ്ച യൂട്യൂബൊക്കെ തുടങ്ങിയപ്പോൾ ഒരാഴ്ച തീരെ ജിമ്മിൽ പോകാണ്ടേയും ഭക്ഷണമൊന്നും കൃത്യസമയത്ത് കഴിക്കാണ്ടേയും ഉറക്കം അത് കറക്റ്റ് സമയത്ത് എടുക്കാത്ത കാരണം ഭയങ്കര ക്ഷീണമായി പോയിട്ട് 5 കിലോ ഞാൻ കുറഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലായി, എൻ്റെ ഹസ്ബൻഡിനും മനസ്സിലായി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവും. യൂട്യൂബ് പിന്നെ ബാക്കിയുള്ള ലൈവും ബാക്കിയുള്ള ഡേ ഇൻ മൈ ലൈഫൊക്കെ ഹോസ്പിറ്റലിൽ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഞാനൊരു രണ്ടാമത്തെ കാര്യവും തീരുമാനിച്ചു. നല്ല ഭക്ഷണം കഴിക്കണം, എന്തായാലും കഴിക്കണം. പണ്ട് കഴിച്ച പോലെ ഇപ്പോഴും കഴിക്കണം. അതിനെക്കാട്ടും കൂടുതൽ ശ്രദ്ധിക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. ഈ യൂട്യൂബിൻ്റെ ഒപ്പം ജിമ്മിത്തിരി ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒരു മണിക്കൂറിന് വർക്കൗട്ട് ചെയ്ത് വന്നിട്ട് നമ്മൾ ഡയറ്റ് ശ്രദ്ധിക്കുക, വെള്ളം കുടിക്കുക, പിന്നെ സപ്ലിമെൻറ്റ്സ് എടുക്കുക, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഉറങ്ങുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സമയത്ത് ഷൂട്ട് ചെയ്യുക. അപ്പോൾ രണ്ടും കൂടി ബാലൻസ് ആവും. അപ്പോൾ ഇന്ന് വെളിച്ചാകുമ്പോൾ ഞാൻ കഴിച്ചത് റൊട്ടിയും ആലൂടെ സബ്ജീനെ. പൊതുവേ ഞാൻ ജിമ്മിൽ പോകുമ്പോൾ യൂട്യൂബില്ലാത്ത സമയത്ത് ഓട്സ്, മിക്സ്ഡ് സീഡ്സ് അങ്ങനെയൊക്കെ ആയിരുന്നു. ബിക്കോസ് അങ്ങനെ കഴിച്ച് പോകുമ്പോൾ എനിക്ക് എനർജി ലെവലൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ടയേർഡ്നെസ് വന്നു കഴിഞ്ഞിട്ട് ഉണ്ടാവാറില്ല. ബിക്കോസ് ഞാൻ വന്നു കഴിഞ്ഞിട്ട് ന്യൂട്രില, പീനട്ട് ബട്ടർ ഒക്കെ കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുകയും ചെയ്യും. ഇപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞ സാധനം കിട്ടണില്ലല്ലോ ഈ കണ്ടൻറ്റും റീൽസൊക്കെ ഉണ്ടാക്കുന്ന കാരണം. അപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗം എന്താണ്, ലൈറ്റ് വെയിറ്റ് ജിമ്മിൽ ചെയ്യുക, തിരിച്ചു വരിക, ഒരു നല്ല ഭക്ഷണം ബിഫോർ ഗോയിങ് ടു ജിമ്മും വന്നു കഴിഞ്ഞിട്ട് നല്ല ഭക്ഷണം കഴിക്കുക, ഉറങ്ങാൻ കിട്ടിയെങ്കിൽ ഒരു അരമണിക്കൂർ ഉറങ്ങുക, പിന്നെ വീഡിയോസ് എടുക്കുക. അങ്ങനെ അതിലാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കണത്. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൊട്ടി ഉണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു, ആലൂടെ സബ്ജി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 റൊട്ടി ആദ്യമായിട്ടാണ് ജിമ്മിലേക്ക് പോകുമ്പോൾ 2 റൊട്ടി ആദ്യമായിട്ട് കഴിച്ചു. അല്ലെങ്കിൽ ഓട്സൊക്കെ ആയിരിക്കും കേട്ടോ മിക്കവാറും. പിന്നെ ഉപ്പേരിയും കൂടി കഴിച്ച് നല്ലോണം നല്ല സോളിഡായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് ജിമ്മിലേക്ക് വർക്കൗട്ടിന് പോയി. ഇവിടെയുള്ളവരൊക്കെ മിക്കവാറും എൻ്റെ ജിമ്മിൽ വരുന്ന ആൾക്കാരൊക്കെ നല്ല ഹിന്ദിക്കാരൊക്കെ പ്രോപ്പർ വെളിച്ചമാകുമ്പോൾ പൊറോട്ടയൊക്കെ അടിച്ചിട്ടാണ് വരിക. എനിക്ക് പക്ഷേ ഇത്രയും ഹെവി ആയ ഓയിലി ആയ പൊറോട്ടയോ അതൊക്കെ കഴിച്ചിട്ട് ജിമ്മിൽ പോകാൻ എനിക്ക് പറ്റില്ല. ഹെവി ഫീലിംഗ്. പിന്നെ നമുക്ക് അറിഞ്ഞൂടെ ഈ പൊറോട്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരുവിധം വയറ് ഇത്ര ഹെവി ആവും. നമുക്ക് ജിമ്മിൻ്റെ ചെസ്റ്റ് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെഞ്ചിൽ കിടന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോവും. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഹെഡ്സെറ്റും വെച്ചാണ് കേട്ടോ ഈ ഒരു യൂട്യൂബ് ചാനൽ കഴിഞ്ഞ പിന്നെ തൊട്ട് ജിം ഒരു വഴിപാട് പോലെയാണ് പോവുക. ഒരു ഗിൽട്ട് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പോവും. 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് വരും. അവിടുത്തെ മ്യൂസിക് കേട്ട് വരും കേട്ടോ. പൊതുവേ ഞാൻ എപ്പോഴും ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടാണ് പോവാറ്. എനിക്ക് അവിടുത്തെ ഹിന്ദി ചില പാട്ടുകളെ പല ആൾക്കാരും വരുന്നതല്ലേ ജിമ്മിൽ, പല ആൾക്കാർ പല പാട്ട് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ എല്ലാം കൂടി എനിക്ക് ഇഷ്ടമുള്ള പാട്ട് എനിക്ക് കേൾക്കാൻ തോന്നുമ്പോൾ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ മിക്ക ആൾക്കാരും ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഇയർ പ്ലഗ് ഒക്കെ വെച്ചിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ ഞാനിന്ന് തലേ ദിവസം തന്നെ ഹെഡ്സെറ്റ് ചാർജ് ചെയ്ത് വെച്ചു. ചാർജ് ചെയ്യാൻ പോലും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചാർജ് ചെയ്ത് വെച്ച് ഞാൻ ജിമ്മിലേക്ക് ഇറങ്ങി. ഹെഡ്സെറ്റ് വെച്ചപ്പോൾ പഴയ ഒരു ജിമ്മ്
എൻ്റെ പോണ ഒരു ഫീല് എനിക്ക് തിരിച്ച് കിട്ടിയിട്ടാ. പിന്നെ വെയിൽ പിന്നെ പറയണ്ടല്ലോ, 2 ദിവസം ആശ്വാസം കിട്ടുമ്പോൾ 2 ദിവസം ഭയങ്കര വൃത്തികെട്ട വെയിലായിരിക്കും. പിന്നെ ഈ ഒരു സെക്യൂരിറ്റി ഗാർഡൊക്കെ വെരി നൈസ് സെക്യൂരിറ്റി ഗാർഡാണ് കേട്ടോ. പാവങ്ങൾ ഈ വെയിലത്ത് എങ്ങനെയാണ് നിൽക്കണതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവർക്ക് കൂളറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര കൂളർ വെച്ചാലും ഈ ഒരു ചൂടുള്ള കാറ്റല്ലേ കൂളറും തരുള്ളൂ. പിന്നെ ഈ ഒരു പൂവ് മാത്രമാണ് ഇവിടെ സർവൈവ് ചെയ്തിട്ടുള്ളത് കണ്ടണം. ഇതും ആ പിങ്ക് ശംഖുപുഷ്പി പോലത്തെ പൂവും പിന്നെ ആ അലറിയും. പിന്നെ ഇന്നത്തെ ഫ്ലെക്സ് ഇതായിരുന്നു കേട്ടോ. പിന്നെ എന്താ, സെക്യൂരിറ്റി ഗാർഡ്, ഇതേ ജിമ്മിലത്തെ സെക്യൂരിറ്റി ഗാർഡും എന്നെ എന്നും ഹലോ ചെയ്ത് തുടങ്ങി. അവനും മനസ്സിലായി തുടങ്ങി ഇത് സ്ഥിരം മൊബൈലും കൊണ്ടുവരും. പിന്നെ ഇത് എൻ്റെ ഒരു ജിമ്മിലുള്ള ജിമ്മേറ്റാണ്. ജിമ്മിൽ എൻ്റെ ഒപ്പം വർക്കൗട്ട് ചെയ്യണതാണ്. കുറേ സീനിയറാണ് കേട്ടോ. അയാൾക്കൊരു 50 above വയസ്സൊക്കെ ഉണ്ടാവും. പക്ഷേ നല്ലോണം ഫിറ്റ്നസ് ചെയ്യുന്ന ആളാണ്. നല്ലോണം സൈക്ലിങ്, സ്വിമ്മിങ്, ജിമ്മ് ഒക്കെ ചെയ്യുന്ന ആളാണ്. പിന്നെ നമ്മുടെ ജിം സെർവ് കേട്ടോ, അവരുടെ ഒരു ചാനലുണ്ട് കേട്ടോ. അവർക്കും ഒരു ജിമ്മിൻ്റെ കുട്ടി ചാനലുണ്ട്. പിന്നെ അവിടെ വർക്കൗട്ടൊക്കെ ചെയ്തു. ഞാൻ അവിടെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. മിക്ക ആൾക്കാരും ലൈവ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്, പോയി ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ചെയ്തത് ഒബ്ലിക്കും ചെസ്റ്റും പിന്നെ കുറച്ച് ലെഗ്സും ചെയ്തു കേട്ടോ. പിന്നെ ഷോൾഡറും ചെയ്തു. ഓൾമോസ്റ്റ് അങ്ങനെ ചെയ്യാൻ പാടില്ല, 2 ബോഡി പാർട്സാണ് ചെയ്യാറ്. 1 മണിക്കൂർ ഞാൻ കിടന്ന് ഉറങ്ങി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് കേട്ടോ. ബിക്കോസ് എല്ലാവരും പറയും ജിമ്മിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുളിക്കണം, ജിമ്മിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം. പക്ഷേ എനിക്ക് ജിമ്മിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ തീരെ ഇതുണ്ടാവില്ല. ഞാൻ ഡെഡ് ബോഡി പോലെ ആയി കിടക്കും. അപ്പോൾ 1 മണിക്കൂർ എന്തായാലും എനിക്ക് ബോഡിക്ക് കാം ഡൗൺ ആക്കാൻ ഉറങ്ങണം. ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു റൊട്ടി ചൂടാക്കി ഇതിൻ്റെ കൂടെ ബിണ്ടി ഉപ്പേരി ആലു ആൻഡ് പ്യാജ് ഉപ്പേരി വെളിച്ചാകുമ്പോൾ ഞാൻ കഴിച്ചത് റീലിലുണ്ട് കേട്ടോ. അതിപ്പോഴും ഇരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ വീണ്ടും ആലു കഴിക്കാൻ തോന്നിയില്ല, കഴിച്ചു. പിന്നെ ഉപ്പേരി വിചാരിക്കും ഇനിയിപ്പോൾ സബ്ജി ഉണ്ടാക്കാൻ മടിച്ചിട്ടാണെന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഉപ്പേരി ഉണ്ട്. പിന്നെ അതെ ഒരു പാത്രം നിറച്ച് ആലൂടെ കറിയുണ്ട്, സാമ്പാർ ഇരിക്കുന്നുണ്ട്. ചോയ്സ് കാരണം ഞാനിങ്ങനെ കഴിക്കണം കേട്ടോ. എനിക്കിങ്ങനെ കഴിക്കാൻ തോന്നിയ കാരണം ഞാൻ കഴിച്ചു എന്നുള്ളൂ. ഒരു ഏകദേശം 2 മണിയുടെ സമയമാട്ടോ. തീ ആകാശത്തു നിന്ന് വീഴുന്ന പോലെയാണ് ചൂട്. പക്ഷേ അതിൻ്റെ കൂടെ കാറ്റുകൂടി ആയപ്പോൾ ഏകദേശം രാജസ്ഥാനത്തെ ലൂ പോലെയുള്ളൊരു ഫീലായിരുന്നു കേട്ടോ. ഹെവി ലൂ ആണ് പുറത്ത്. കണ്ടില്ലേ, ഭയങ്കര ചൂടാണ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. നേരത്തേക്ക് ചോറും കൂട്ടാനും ഒക്കെ റെഡി ആയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ജിമ്മിൽ കൊണ്ടുപോയത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ബാഗിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭക്ഷണം ഞാൻ ഒപ്പം കഴിക്കുന്നുണ്ട്. എന്നാലും ഇന്ന് ഞാൻ ഇത് അൺഎക്സ്പെക്റ്റഡ് വാട്ട് ഈസ് ഇൻ മൈ ജിം ബാഗ് അത് കാണിച്ചു തരാം. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് വാട്ട് ഈസ് ഇൻ മൈ ജിം ബാഗ്, ലെറ്റ് സി. അപ്പോൾ ഇതിൽ ആദ്യം കാണുന്നത് എനിക്കൊരു മിനിറ്റ്, ഞാൻ ഇവിടുത്തെ സൈഡിലത്തെ എല്ലാ സാധനങ്ങളും അങ്ങോട്ട് നീക്കി വെക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കാണുന്നത് ഒരു കോമ്പാണ്. ഓക്കെ, അത് താങ്ക് ഗോഡ് കോമ്പുണ്ട്. പിന്നെ ഒരു നീ പാഡ് കാണാണ്ട് എൻ്റെ ജിമ്മിൽ. പിന്നെ ഒരു യെല്ലോ ഹാൻഡ് കർച്ചീഫ് കാണാണ്ട്. ഓക്കെ, യെല്ലോ ഹാൻഡ് കർച്ചീഫ് ഉണ്ട്. ഒരു നീ പാഡ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോൾ ഉണ്ട് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് ഒരു ജിമ്മിൻ്റെ ബെൽറ്റ് കാണാണ്ട്. ഓക്കെ, എൻ്റെ ജിമ്മിൻ്റെ ബാഗിൽ. പിന്നെ നമ്മുടെ റിസ്റ്റ് ബാൻഡ് ഉണ്ട്. പിന്നെ ഒരു അതിൻ്റെ പാർട്ട്ണറായ റിസ്റ്റ് ബാൻഡ് അഗെയിൻ. പിന്നെ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ട്. പിന്നെ ഇതെന്താവോ, ജസ്റ്റ് ഒരു പോളിത്തീൻ ഇൻ കേസ് എനി നീഡിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പോളിത്തീൻ ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ ഷൂ ഇടാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് ഉണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു ടവലുണ്ട് ബെഞ്ചൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെന്താണ് ഇതിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹാൻഡ് കർച്ചീഫ് വീണ്ടും ഉണ്ട്. ജസ്റ്റ് ബെഞ്ച് തുടയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് യു ക്യാൻ യൂസ് ഇറ്റ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബെൽറ്റ് കൂടി ഉണ്ട്, സിമ്പിൾ. മറ്റത് നമ്മുടെ ഡെഡ് ലിഫ്റ്റൊക്കെ ചെയ്യാനുള്ള ബെൽറ്റാണ് ഇത്. ഈ ബോൾട്ട് ഫിറ്റിൻ്റെ ഡെഡ് ലിഫ്റ്റ് ചെയ്യാനുള്ള ബെൽറ്റാണ് ഇത്. പിന്നെ സാധാരണ നമ്മുടെ അരയ്ക്കൊക്കെ എക്സസൈസ് ചെയ്യുമ്പോൾ അരയ്ക്ക് സപ്പോർട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോൾട്ട് ഫിറ്റിൻ്റെ ഈ ഒരു ലൈറ്റ് വെയ്റ്റ് ബെൽറ്റും ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മസിലിൻ്റെ മുട്ടിൻ്റെ ആൻഡ് തൈസ് കം നീ റാപ്പ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഇതെന്തിനാണ് ഞാൻ ഇട്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം ഞാൻ അധികം ഹെവി വെയ്റ്റ് ഈയിടെ ആയിട്ടൊന്നും എടുക്കണില്ല. ഓക്കെ, 6 മാസത്തെ ഒക്കെ ബ്രേക്ക് കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ആംഗിൾ സ്ട്രാപ്പ് ഉണ്ട്. നമുക്ക് അത് നമ്മുടെ എന്താ പറയുക,
ഗ്ലൂട്ട്സ് വർക്കൗട്ടിനൊക്കെ യൂസ് ചെയ്യണത് കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ ഓയിലുണ്ട്. ഈ ഓയിൽ എനിക്ക് ജിമ്മിൽ ഒരു അങ്കിളായിരുന്നു കേട്ടോ പറഞ്ഞു തന്നെ ഇതിൻ്റെ പേര് കേട്ടോ. ഞാൻ ആ അങ്കിളുടെ കയ്യിൽ നിന്ന് ഈ പേര് എഴുതിയെടുത്തിട്ട് പിന്നീട് ഞാനത് വീട്ടിൽ പോയിട്ട് മേടിച്ചതാണ്. പക്ഷേ ഇന്നലെ ഞാൻ ജിമ്മിൽ പോയപ്പോൾ എനിക്ക് അറിഞ്ഞു ആ അങ്കിള് ഇപ്പോൾ ജീവിച്ചിരിക്കണില്ല. ഈശ്വര, വയസ്സായ അങ്കിളായിരുന്നു, ആകെയുള്ള ഒരു അങ്കിളായിരുന്നു ജിമ്മിൽ. 70 എബവ് കഴിഞ്ഞിട്ടും ജിമ്മ് വരണേ. ആ ഒരു അങ്കിൾക്ക് കുറച്ച് ദിവസമായിട്ട് എന്തോ ഹെൽത്ത് ഇഷ്യൂസായി. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ ജിമ്മിൽ പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ആ അങ്കിൾക്ക് എന്തോ വയസ്സായതിൻ്റെ കാരണം ആൾ മരിച്ചു പോയിന്ന്. വേറെ ജിമ്മ് കൊണ്ടൊന്നല്ല കേട്ടോ മരിച്ചു പോയേ, ആൾ നോർമൽ വയസ്സായിട്ട് തന്നെയാണ് മരിച്ചു പോയത്. അപ്പോൾ അയാൾ എനിക്ക് പറഞ്ഞു തന്ന ഈ ഒരു ഓയിലിൻ്റെ പേര് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, നമ്മുടെ എക്സ്ട്രാ സോക്സ് ഉണ്ട്, ഇവിടെ എക്സ്ട്രാ സോക്സ് ഉണ്ട്. വീണ്ടും ആങ്കിൾ ബെൽറ്റ് ഉണ്ട്. പിന്നെ അഗെയിൻ നീ ആൻഡ് തൈ സ്ട്രാപ്പ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെ തന്നെയാണ് ഇന്ന് ഞാൻ ജിമ്മിലേക്ക് ക്യാരി ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ വാട്ട് ഈസ് ഇൻ മൈ ജിം ബാഗ് റെഗുലറായിട്ട് ഞാൻ എന്നും വേറെ വേറെ ഐറ്റംസിന് ജിം ബാഗിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫില്ല് ചെയ്യുക. മെയിനായിട്ടുള്ളത് ഞാൻ നോക്കാറ് ജിം ബോൾഡ് ഫിറ്റിൻ്റെ ബെൽറ്റ് ഉണ്ടോ, ഈ ബോൾഡ് ഫിറ്റിൻ്റെ ബെൽറ്റ് ഉണ്ടോ ആൻഡ് ഈ റിസ്റ്റ് ബാൻഡ് ഉണ്ടോ എന്നാണ് മാത്രം ഞാൻ ചെക്ക് ചെയ്യാറുള്ളൂ. ബാക്കി ഞാൻ കണ്ടതൊക്കെ ആ സമയത്ത് കിട്ടണത് ജിമ്മിൻ്റെ ബാഗിലിടും കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എങ്ങനെ വാട്ട്സ് ഇൻ മൈ ജിം ബാഗ് കാണിച്ചു തരാം ആൻഡ് മൈ ജിം ഡയറ്റും കാണിച്ചു തരാം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ റൊട്ടീന് കഴിച്ചേ. ഇനി നിങ്ങൾക്ക് ജിം ഡയറ്റിൻ്റെ വീഡിയോ ഒക്കെ വേണോ, ഞാൻ എന്താണ് സ്പെഷ്യലായിട്ട് ജിമ്മിൽ പോകാനുള്ള എനർജി മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ എന്തൊക്കെ കഴിക്കണമെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ പ്ലീസ്. അപ്പോൾ ഞാൻ ജിം ഡയറ്റിൻ്റെ കുട്ടി വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അതിൽ ഞാൻ 2-3 ഐറ്റംസ് പെർ വീഡിയോ ആയിട്ട് മെൻഷൻ ചെയ്യാം എന്ത് ഡയറ്റാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അത് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് പുതിയ ആൾക്കാർ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ദിസ് ഈസ് മൈ ജിം ബാഗ്, നല്ല അടിപൊളി ജിം ബാഗാണ്. ഓക്കെ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. യു ഓൾ ആർ സപ്പോർട്ടിങ് too much, very nicely you are supporting me. Thank you for that. And എല്ലാ വീഡിയോയും ലാസ്റ്റ് വരെ കാണണം കേട്ടോ. ബിക്കോസ് ചിലപ്പോൾ ലാസ്റ്റ് പാർട്ടിലായിരിക്കും ഇമ്പോർട്ടൻറ്റ് അതൊക്കെ പോയിൻറ്റ്സ് കിടക്കണം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് മസ്റ്റായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് വീണ്ടും കാണിക്കണു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ ജിം വീഡിയോ ഇതാണ്. ഇനി ജിം ഡ്രസ്സിൻ്റെ വീഡിയോ സൂൺ ഇടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ എല്ലാ വീഡിയോസും ഒന്ന് കാണുക, എൻ്റെ ലൈവ് വീഡിയോസും കാണുക, എൻ്റെ റീൽസും ഷോർട്സും ഒക്കെ കണ്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുക, എൻ്റെ ചാനലിനെ പുഷ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.